Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൈസിന്റെ റെസിപ്പിയാണ്. ചിക്കൻ പുലാവ്, വൈറ്റ് ചിക്കൻ പുലാവ്. നമുക്ക് നോക്കാം മമ്മി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 600 ഗ്രാം ചിക്കനാണിത്. നല്ലോണം കഴുകി വൃത്തിയാക്കി വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ആവശ്യമുള്ളത് റൈസാണ്. ഇവിടെ ബാസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബിരിയാണി റൈസ് ആയാലും കുഴപ്പമില്ല. 450 ഗ്രാമാണിത്. വെള്ളത്തിൽ 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്തെടുക്കാം. 5-6 പച്ചമുളക് സ്ലിറ്റ് ചെയ്തെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1/2 കപ്പ് നെയ്യ്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ നെയ്യായാൽ അറിയാലോ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. പിന്നെ ആവശ്യമുള്ളത് ഏലക്ക 5 എണ്ണം, ഗ്രാമ്പൂ 6 എണ്ണം, പട്ട 2 കഷ്ണം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 8-10 കുരുമുളക്. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ 4 കപ്പ് വെള്ളം. ഇനി ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ചെറിയ ജീരകം, കുരുമുളക് ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 സെക്കൻഡ് വരെ ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള സോഫ്റ്റും ട്രാൻസ്പെറൻറ്റും ആവണ വരെ വഴറ്റി കൊടുക്കാം. സവാള സോഫ്റ്റ് ആയിട്ടുണ്ട്, ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട്. ഇത് ബ്രൗൺ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക, കളർ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റ് പുലാവാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി തീ കുറച്ചിട്ട് ഇത് വഴറ്റിയെടുക്കാം, പച്ചമണം മാറുന്ന വരെ. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒന്നും കളർ മാറാൻ പാടില്ല. നമ്മൾ വൈറ്റ് പുലാവാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കളർ മാറാതെ ശ്രദ്ധിക്കുക. വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ തീ കൂട്ടിയിട്ട് മീഡിയമിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു വൈറ്റ് കളർ ആവണ വരെ ഇത് വഴറ്റിയെടുക്കണം. 5 മിനിറ്റിന് ശേഷം ചിക്കൻ്റെ കളർ മാറിയിട്ടുണ്ടാവും, വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഗ്യാസിൻ്റെ തീ നന്നായിട്ട് ലോ ആക്കാം. എന്നിട്ട് 1 മിനിറ്റോളം ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മസാല ഇട്ടാൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് എല്ലാ മസാലപ്പൊടികളും ഉപ്പും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. തൈരിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മസാലയ്ക്ക് ഇടാം, അല്ലെങ്കിൽ മസാലയിൽ ഇടുമ്പോൾ ഇത് പിരിയാൻ ചാൻസ് ഉണ്ട്. ചെറിയ തീ തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് നേരം. ഒരു 1.5-2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ തീ മീഡിയമിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി ഇത് വഴറ്റി കൊടുക്കണം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റണം. തൈരിലുള്ള വെള്ളം നന്നായിട്ട് വറ്റുന്ന വരെയും നെയ്യ് നന്നായിട്ട് തെളിയണ വരെയും നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കണം.
ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് വഴറ്റേണ്ടത്. തൈരിൻ്റെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു, നെയ്യും നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉപ്പ് പാകാക്കി എടുക്കാം. നേരത്തെ 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നോർമലി എങ്ങനെയാണ് ഉപ്പിടാറ് അതിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് വേണം ഇതിൽ. കാരണം ചിക്കനും റൈസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പെല്ലാം അതിലേക്ക് പിടിക്കും. നമുക്ക് കഴിക്കുമ്പോൾ പിന്നെ ഉപ്പ് കുറവ് തോന്നും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് പാകാക്കി എടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ചിക്കൻ ഒരു 90% വേവണ വരെ വേവിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ആയിരിക്കണം. ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടി ചെക്ക് ചെയ്തേക്കണം. നോർമലിനേക്കാളും കുറച്ച് കൂടുതലാണ് നമുക്ക് ഉപ്പ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഉപ്പ് കുറവായി തോന്നും. എന്നിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ബോയിൽ ആവാൻ തുടങ്ങി. മീഡിയം ഫ്ലെയിമിൽ തന്നെ അരി വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം വറ്റിയിട്ട് ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബോയിൽസ് കാണാൻ തുടങ്ങും. ഈ സമയത്ത് ഇത് മൂടി വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കിയിട്ട് ഇതൊരു 15 മിനിറ്റോളം ദമ്മിൽ വേവിച്ചെടുക്കണം. അടാ, നമ്മൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുത്തു. നല്ല മണമുണ്ട്, കാണാൻ നല്ല ലുക്കാണ്. ഇനിയിത് കഴിച്ചാൽ മാത്രം മതി. ഇനി ഇത് സെർവ് ചെയ്തിട്ട് അച്ചാർ പപ്പടം എല്ലാം കൂട്ടി കഴിച്ചു നോക്കൂ, അല്ലെങ്കിൽ വെറുതെ കഴിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. എന്തായാലും അറിയിക്കണം കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളെ റെസിപ്പീസിൻ്റെ ന്യൂ വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.